ഓണൊക്കെ ഒരു സൈസ് കറക്റ്റാണോ? നോക്കി കഷ്ടപ്പെട്ട ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇത് കാച്ച് അൽപ്പൂൾ വീഡിയോട്ട് നമ്മൾ പിന്നെയും മേടിക്കുന്നത് റോഡ് ആയതിനാണ് സൗണ്ട് കമ്മിറ്റി പറയുന്നത്. അപ്പുറത്തെ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഡാഡിക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന ഓണമൊക്കെ അല്ലേ, അപ്പോൾ ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങി കൊടുക്കാൻ പോകുന്നത്. അവർ അറിഞ്ഞിട്ടില്ല. ഇതൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവിടേക്ക് പോകുന്നു. ചിലപ്പോൾ അവർ വിളിക്കും. അവർ ടെൻഷനായിട്ട് ഇനി ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിടയ്ക്ക് വിളിക്കുമെന്ന് അറിയില്ല. അതായാലും ഞാനിപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഗിഫ്റ്റ് ഒക്കെയുള്ള ഔട്ടർ പറയാനിട്ട് ബസ് കാത്ത് നിൽക്കുക. ബസ് സ്റ്റോപ്പിലുള്ളതാ. വേറെ ആൾക്കാർക്കുള്ള കാരണം നമ്മൾ സൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് കയറുന്ന കാത്ത് കാണാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോട്ടയം സെൻറ്റർ എത്തിയിട്ടുണ്ട് ഗൈസ്. കോട്ടയം സെൻറ്റർ പറഞ്ഞാൽ നമ്മുടെ ടൗൺ പോലത്തെ സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ എടിമ പോയിട്ട് ക്യാഷ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണു ഗൈസ്. ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് ഇങ്ങനെ നടന്ന് അവസാനം കടയെത്തണം. കടയെത്തിയിട്ട് സാധനങ്ങൾ മീൻസ് ഡ്രസ്സ് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വീഡിയോയുടെ വേണമെങ്കിൽ തുടക്കം നിർത്തുന്നത് വേണമെങ്കിൽ പറയാല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പിന്നെ നമ്മൾ ഒറിജിനലായിട്ട് ഇട്ട കടയിൽ പോകണല്ലോ. കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ നമ്മുടെ അത്രക്കുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ നടന്ന് ഇവിടെ എത്തി. എവിടെ ഇതാണ് സാരിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ടോ? ഇതാണ് പ്ലേസ്. ഈ സ്ഥലത്താണ് സാധനം ഉള്ളത്. എന്ത് സാധനം? ഡ്രസ്. ഓക്കെ, ഈ സ്ഥാനത്താണ് ഡ്രസ് ഉള്ളത് ഗൈസ്. കടൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഷൂ വരണം ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ പ്രാടൻ്റെ ഷൂ? സൂപ്പറല്ലേ ഗൈസ്? പണ്ടേ സീനാണ്. ഗൈസ് അപ്പോൾ നമ്മൾ പ്രാടൻ്റെ ഷൂ എടുത്ത് ഗൈസ് നമ്മൾ നേരെ കടൻ്റെ ഉള്ളിൽ കയറും ഗൈസ്. അപ്പോൾ കടൻ്റെ ഉള്ളിൽ കയറാൻ പോകണം ഗൈസ്. അപ്പോൾ ഡാഡിക്കുള്ള ഷർട്ട് നമ്മളെടുത്തു. അപ്പോൾ അടുത്തെടുക്കാൻ പോകുന്നത് മമ്മിക്കുള്ള ചുരിദാർ ഗൈസ്. അപ്പോൾ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ചുരിദാർ അമ്മയ്ക്ക് ഇതൊക്കെ നമ്മളെ കൊണ്ട് ഇപ്പം സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളത് പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, ബാഗിലാക്കിയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഷൂ അടുത്തിടാൻ വേണ്ടി പോകണു. ഷൂ ഇടണം. ഷൂ ഇട്ട കേസ് നമ്മളിതാ തുണിയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ മന്ദം നമ്മൾ എവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയോ? നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബസ് വന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ സെൻട്രലിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് നടക്കണം. അപ്പോൾ റിസ്ക്കാണ്. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാരണം മറ്റുള്ളൊരു സന്തോഷം കാരണം നമുക്കൊരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സന്തോഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാക്രിഫൈസിങ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. ചെറിയ സങ്കടങ്ങൾ വലിയ സന്തോഷങ്ങൾക്ക് കാരണമാകുമെങ്കിൽ അത് വളരെ നല്ലതല്ലേ അല്ലേ? ആണ്. യെസ്. അപ്പോൾ പ്രൈവറ്റ് ബസ് കയറി നോക്കിയപ്പോൾ ആകെ 20 രൂപയാണ്. ഞാനും ഉണ്ട് ഒരു 10 കൊണ്ടും വേറെ നത്തിങ് കേസ്. പ്രൈവറ്റ് ബസ് കയറി ഇങ്ങനെ പാട്ട് കേൾക്കാൻ പറ്റും കേസ്. അതാണ് ഒരു വൈബ്. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ കേസ്. പിന്നെ 20 രൂപ നമ്മൾ ബസ് ചാർജ് കൊടുക്കണം അല്ലേ? ബസ് ചാർജ് പോക്കല്ലിട്ട് പേഴ്സ് എടുത്ത് വെക്കണം.
അപ്പോൾ നമ്മളിതാ ഇനി അവിടെ പോകുമ്പോൾ അവരിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും അറിയില്ല. ഇപ്പോൾ ഡാഡി ഞാൻ എവിടെ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡാഡി ഞാൻ എവിടെ പോയി അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് പറഞ്ഞത്. ഉത്രാടം അല്ലേ, അപ്പോൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, ഫുഡ് കഴിച്ചിട്ടിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനുള്ളത് ബന്ധം കൽപ്പിച്ചിട്ടാണ് ഞാൻ. ഇത് ഞാൻ ഡ്രസ്സൊന്നും മാറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ആലോചിക്കണം, എനിക്ക് വേറെ വരുമാനങ്ങൾ ആയിട്ട് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇത് കുറച്ച് പൈസ കൊണ്ട് 2 രൂപ 10 രൂപ അങ്ങനെയുള്ള കൂട്ടി വെച്ചിട്ട് കുറച്ച് ആർക്കെങ്കിലും സന്തോഷിപ്പിക്കണം. ഇനി ഞാൻ വേറെ പരിപാടി പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അത് നടന്നില്ല. നമുക്ക് കുറച്ച് പാട്ട് കേട്ടിരിക്കുന്നത് പാട്ടിൽ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ബസ്സിൽ പിന്നെ നമ്മൾ അത്രക്കല്ലേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ മേലത്തെ ബാക്കിൽ TV എല്ലാ സീറ്റും കാര്യമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഉത്രാടം കൊണ്ടുപോകണം. ആരും കാണാനല്ല, ഓണമൊക്കെ അല്ലേ, അതാണ് നല്ല സൗണ്ടും പാട്ടും കാര്യങ്ങളും മൊത്തം വൈബാണ്. ഇതാണ് ഡ്രസ്സ്. അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് കാണാൻ കഴിയും. ബസ് ഇറങ്ങി നടന്നു പോയി വിടണം, നേരത്തെ ബസ് കിട്ടിയില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് വേണം കാര്യങ്ങൾ ഗുഷ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച് ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എന്ത് പറയുന്നറിയാം, അളവ് കറക്റ്റാവോ എന്താണെന്ന് ഒന്നും അറിയില്ല. റാൻഡമായിട്ട് കിട്ടിയ 2 എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടി സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ അച്ഛനെ നമ്മുടെ ഡാഡി സ്കൂളിൽ നമ്മൾ സാറിൻ്റെ പാൻറ്റും ഓട്ടോൻ്റെ ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തന്നെ. പക്ഷേ ഐ ഹാവ് നോ ബഡ്ജറ്റ്. എൻ്റെ ബഡ്ജറ്റ് ഞാൻ പേഴ്സ് കൊടുക്കുന്നില്ലേ, എന്തത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറച്ച് പൈസ സേവിങ്സ്, ആ സേവിങ്സ് വാങ്ങിച്ചോടെ സാധനമാണ്. അല്ലെങ്കിൽ യൂട്യൂബ് സാലറിയിൽ നിന്ന് കിട്ടിയ ഇതാണ് വേണമെങ്കിൽ പറയാം. നമ്മൾ സാലറി നല്ലപോലെ കിട്ടാൻ തുടങ്ങിയാൽ നമ്മൾ പൊളിക്കും. നമ്മുടെ യൂട്യൂബ് സാലറി മാത്രം കാണിച്ചുകൊണ്ട് നമ്മളൊരു കിടുക്കാച്ചി അൽപ്പൊള്ളി വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരണോ വേണ്ടത് നിങ്ങളൊന്ന് പറയാം കേട്ടോ. നമ്മുടെ ഒരു മാസം യൂട്യൂബ് ചാനൽ എത്ര വേണ്ടി ഞാൻ പറഞ്ഞിറക്കും. ഓക്കെ, അപ്പോൾ ബാക്കി വീട്ടിൽ പോയിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിത് വീടെത്താറായിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ നമ്മളത് സാധനമൊക്കെ എടുത്തിട്ട് വീടെത്തി ഗൈസ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയിട്ട് വീട്ടിലെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നമ്മൾ വിചാരിച്ച പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ആരും തന്നെ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറി പോകാൻ പോകണം. ഫ്രണ്ടിൽ കൂടെ കയറില്ല, ഇപ്പുറത്തെ കൂടെ കയറി വന്നു. എന്നിട്ട് നമുക്ക് ഈ സാധനം എടുത്ത് ഇവിടെ തൂക്കി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പൈപ്പിൽ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് കണ്ടിട്ട് വന്നിട്ട് വെക്കാം. ഓക്കെ ബോയ്സ്, അപ്പോൾ ഡാഡിക്കുള്ള ഞാനിപ്പോൾ വെളിയേക്ക് വിളിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡാഡിക്കുള്ള നമ്മൾ ഈ സാധനം ഒന്ന് കൊടുത്ത് നോക്കാം. എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് പറയണം. ഓക്കെ, ഓണക്കോടി ഉണ്ട്. സൈസ് കറക്റ്റാണോ? ഓണക്കോടി സൈസ് കറക്റ്റാണോ? നോക്കി കളർ ഇഷ്ടപ്പെട്ടാ? കാണിച്ചപ്പോൾ ഡാഡിക്കുള്ള മുഖത്ത് ഒരു വികാരവും വരാണ്ട് ഷർട്ട് നോക്കിയിട്ട് ഷർട്ട് വിളക്കി തന്നു. കുറച്ചായിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ ആള് ബിസി ഇതൊക്കെ പറയുന്നത് അല്ലേ? ഓക്കെ, നോക്കിയിട്ട് അഭിപ്രായം പറയണം. മമ്മി വെളി പോയി പുറത്ത് പോയിരിക്കുന്നില്ലേ ഗൈസ്? അപ്പം മമ്മി പുറത്ത് പോയിരിക്കുന്നു. മമ്മി വന്നിട്ട് മമ്മിക്കുള്ള ടോപ്പ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ കുയിസ്. അപ്പോൾ ഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷർട്ട് ഉണ്ട് സൂപ്പറായിട്ടില്ലേ? ഷർട്ട് കറക്റ്റാണ്, കറക്റ്റ് സൈസ്. ഇതെങ്ങനെ ജീൻസിന് ഷർട്ട് പോലത്തെ തുണി ഷർട്ട്. ഓ ഹായ് പെർഫെക്റ്റ് അല്ലേ ഗുയിസ്?
അവിടെ നാളെ തിരുവോണമല്ലേ, അമ്മ അവിടെ എന്താണ് തേങ്ങയൊക്കെ ചെറിയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ തേങ്ങയൊക്കെ ചെറിയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനടുത്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ പുറത്തോട്ട് ആരോ ഒരു മരിപ്പുണ്ടായിരുന്നു. ആ മരിപ്പിന് പോയിട്ട് വരുമ്പോൾ അമ്മ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ സമയം ഏകദേശം 7:15 കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അപ്പുറത്തേക്ക് തേങ്ങ ചെരുവാണ് അമ്മയാണ്. അപ്പോൾ നമുക്ക് ഞാൻ സർപ്രൈസായിട്ട് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകുന്നു ഗൈസ്. ഞാനിതാ ഡ്രസ്സ് എടുക്കണം. നിങ്ങളുടെ കൈവശമുള്ള പുസ്തകം വായിച്ചു തീർന്നെങ്കിൽ എനിക്ക് തരണം. എന്റെ പേര് മുരളി. ഈ കോളേജിലെ യുവ സാഹിത്യകാരൻ വേണുവിന്റെ സുഹൃത്താണ്. അതേ മാനസികാവസ്ഥയാണ് രാത്രി വീട്ടിൽ വന്നു. അഭിനയിച്ചത് മതി, നേരെ വരും. ക്യാമറ കൊണ്ട് അഭിനയിക്കണ്ട, ക്യാമറ കൊണ്ട് കൂടുതൽ അഭിനയിക്കണ്ട. ഇഷ്ടപ്പെട്ട അത് പറയും. ഡാഡിക്ക് ഷർട്ട് കൊടുത്തു അല്ലേ? യൂട്യൂബ് മണി. ഡാഡിക്ക് ഷർട്ട് കൊടുത്തു. അച്ഛൻ കല്യാണത്തിന് പോകുമ്പോൾ ഷർട്ട് ഞാൻ എടുത്ത് കൊടുക്കണം. നിങ്ങളെ പറയട്ടെ, സർപ്രൈസ് ചെയ്യുക. അതിനുള്ള തല്ലിലെ തോർത്ത് അടിച്ചിട്ട് വരാൻ പറയും. അച്ഛനക്ക് ഇതുപോലെ ഞാനും പഠിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുത്തു. മമ്മി ശരിക്കും സർപ്രൈസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഡാഡിയും ശരിക്കും സർപ്രൈസ് ആയെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ നാളെ തിരുവോണം ദിവസമല്ലേ, തിരുവോണം ദിവസം നമുക്ക് അച്ഛമ്മ സർപ്രൈസ് ചെയ്യിപ്പിക്കാം. ഓക്കെ എനിക്കപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ കട്ട സപ്പോർട്ട് വേണം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുമെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ AK വ്ളോഗ് ഒഫീഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. നാളെ അപ്പോൾ എന്താണ് തിരുവോണ ദിനാശംസകളായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും ഓണം വ്ളോഗായിട്ട്. അപ്പോൾ ഇറ്റ്സ് മീ AK വ്ളോഗ് ഒഫീഷ്യൽ. ബൈ ബൈ.